അപ്പോൾ അച്ഛമ്മ നമ്മുടെ വണ്ടിയിൽ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ തന്നെ അടി ഡോട്ട് ഡോട്ടായിട്ട് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയില്ല. എന്താണ് സംഭവം അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ബോണറ്റ് തുറന്ന് നോക്കി കേട്ടോ. അങ്ങനെ ആ ബോണറ്റ് തുറന്ന് നോക്കിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ റേഡിയേറ്റർ ഉണ്ടല്ലോ, റേഡിയേറ്ററിനകത്ത് ടാങ്കിലെ വെള്ളമാണ് ഈ പോകുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ചെക്ക് ചെയ്തത് ഇപ്പോൾ രാവിലെ തണുത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്പൺ ആക്കുന്നത് റേഡിയേറ്റർ. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അതിലൊരു തുള്ളി വെള്ളമില്ല കേട്ടോ. അതിലെന്താണ് കാരണം എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലായിടവും നോക്കിയ സമയത്ത് ഇതിൻ്റെ അടിയിലോട്ട് പോകുന്ന പൈപ്പ് ജസ്റ്റ് തുരുമ്പായിട്ട് പൊടിഞ്ഞാണോ ഇനി നമ്മുടെ എലിക്കുട്ടന്മാർ വല്ലതും പണി തന്നെയാണോ എന്നറിയില്ല. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ജസ്റ്റ് പൊടിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ അവിടെ നേരെ വർക്ക്ഷോപ്പിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് സ്പെയർ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച മൊത്തത്തിൽ പൈപ്പ് റേഡിയേറ്റർ പൈപ്പ് അത് ഇതെല്ലാം മൊത്തത്തിൽ ടോട്ടലി നമുക്കങ്ങ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുള്ളായിട്ട് ഞങ്ങൾ പോയി സാധനമെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഷോപ്പിലെത്തി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അച്ഛൻ 3 റേഡിയേറ്റർ ഹോസ് മേടിച്ചിട്ടുണ്ട്, ഒരു മെറ്റൽ ഹോസ് മേടിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ക്ലാമ്പ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ബാറ്ററി വാട്ടർ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കൂളൻറ്റും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ബാറ്ററി വാട്ടർ റേഡിയേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വർക്കിംഗ് അപ്ഡേറ്റ് വീഡിയോ ഉടൻ വരുന്നതാണ് കേട്ടോ.